ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് പട്ടത്താണ്, വേറെ ഒന്നുമല്ല. എൻ്റെ വണ്ടി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴിയിലായി. ഞാൻ ഉച്ചയ്ക്ക് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പം വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഇവിടെ സിഗ്നലാണ്. സിഗ്നലിൽ വന്നിട്ട് നിർത്തിയപ്പോഴത്തേക്ക് ഓഫായി. എന്നിട്ട് വണ്ടി എടുക്കുന്നില്ല. സംഭവം ആദ്യം ഷെൽഫൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ടാവുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കിൽ സ്വിച്ച് ഓൺ ആക്കിയാലും ഡിസ്പ്ലേയിലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ രണ്ട് പോസിബിലിറ്റിയാണുള്ളത്. ഒന്നുകിൽ ബാറ്ററി പോയതാവാം, അല്ലെങ്കിൽ സ്റ്റാർട്ടർ കോയിൽ പോയതാവും. കാരണം ബാറ്ററി 2015 വണ്ടിയാണ്, ഇതൊരിക്കലും ബാറ്ററി ഞാൻ മാറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ തെറ്റാണ്, വണ്ടി ഒരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ടുണ്ട് ജ്യോതിസ്. അപ്പോൾ അവൻ്റെ ഡ്യൂക്കാണ്. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ബാറ്ററി നമുക്ക് വെച്ച് നോക്കാം. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ബാറ്ററി മാറ്റിയാൽ മതി, അല്ലെങ്കിൽ പിന്നെ സ്റ്റാർട്ടർ കോയിൽ പോയതാവും. അപ്പം ജ്യോതിസ് വരട്ടെ. നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ 2015 തൊട്ടുള്ള ബാറ്ററി. അപ്പോൾ ഇതിൻ്റെ സമയം ഏതാണ്ട് കഴിഞ്ഞ്. വേറെ ഒന്നുമില്ല, ഇവിടുത്തെ സാധനം ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഇളക്കിയെടുക്കാം. ഡ്യൂക്കിൽ വന്നിട്ട് സീറ്റിൻ്റെ പുറകെയാണ്. ഇതിപ്പോൾ മാറിയ ബാറ്ററി ഇല്ലേ. അപ്പോൾ നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുതിയ ബാറ്ററി. ഇത് 2000 രൂപയാണ്. നമ്മൾ പഴയ ബാറ്ററി കൊടുത്തിട്ടാണെങ്കിൽ 2000, അല്ലെങ്കിൽ 2400 4 വർഷം വാറണ്ടി. നമുക്കിനി ബാറ്ററി വയ്ക്കാം. ബാറ്ററിലോട് പെട്ടെന്ന് ചാർജ് വരും. അതുകൊണ്ടാണ് ഇത്രയും കാലം നിന്നത്. ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഇന്ന് ഒരു ചിമിട്ട പണിയാണ് എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത്. നല്ല ടയറായി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടിക്കൊക്കെ എന്തെങ്കിലും പണി വന്നാൽ അത് അപ്പം തന്നെ ചെയ്യണം, അല്ലാതെ ഫോണിടം വരെ പോട്ടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോകരുത്. അനുഭവം കൊണ്ട് പറയുവാണ്. എനിക്ക് ബാറ്ററി, അതായത് കടക്കാരനോട് പറഞ്ഞപ്പോൾ അയാൾക്ക് തന്നെ അത്ഭുതമാണ്. കാരണം 2015 വണ്ടിയാണ്, 2019 തീരാറായി. ഇത്രയും നാളൊക്കെ ലാസ്റ്റ് ചെയ്തെന്ന് പറയണമെങ്കിൽ അത് വലിയ അത്ഭുതമാണ്. കാരണം എപ്പോഴും വണ്ടി സ്റ്റോക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു വലിയ ഒറിജിനൽ ക്വാളിറ്റി ഉള്ളതായിരിക്കില്ല. കാരണം നമുക്ക് മാറ്റിയപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ അറിയാൻ പറ്റും. വരുന്ന അത്ര ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഇതല്ല, ബാറ്ററി അല്ല. അപ്പം എന്നിട്ട് പോലും ഇത്രയും നാൾ ലാസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അത് അത്ഭുതം തന്നെയാണ്. അപ്പം ഞാൻ അന്നേ മാറാനുള്ളതാണ്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ലാഗ് വന്നപ്പോഴേ മാറാനുള്ളതായിരുന്നു. ഞാൻ പോണടം വരെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നുകൊണ്ടാണ് ഇതിപ്പോൾ വഴിയിലായി പോയത്. എന്നാലും വഴിയിലാക്കിയില്ല നമ്മളെ വണ്ടി. അപ്പം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, അവൻ്റെ ഒന്ന് ബാറ്ററി വാങ്ങിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത് നേരെ ഒരു ബാറ്ററി ഷോപ്പിലെത്തി ബാറ്ററി മാറുകയാണ് ചെയ്തത്. അപ്പം ഇതാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടിക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും തന്നെ ക്ലിയർ ചെയ്യാം. അല്ലാതെ നമ്മൾ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകുന്ന സന്ദർഭത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇന്നത്തെ ഈ കഷ്ടപ്പാടെല്ലാം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു, ജസ്റ്റ് ഒരു വ്ളോഗ് പോലെ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, എന്തുണ്ടായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ബൈ ഗൈസ്, ഇറ്റ്സ് മീ ഹോമോസെപ്പിയൻ. സ്റ്റേ ട്യൂൺഡ്. ബൈ.